അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും ദുഃഖകരമായുള്ള ഒരു കാര്യം എന്താണ് ഇതുവരെ നടന്നിട്ടുള്ളതിൽ? സന്തോഷം പറഞ്ഞാൽ ഞാൻ 1986 ജനിച്ച 1986 or 1998 12 വയസ്സ് വരെ നല്ലൊരു ലൈഫായിരുന്നു. 99 വെച്ചാൽ അബ്യൂസ് നടന്നത്. അതുവരെ നല്ലൊരു ടൈമായിരുന്നു. എന്റെ വിഷമ കാര്യം പറഞ്ഞ ഫാദർ വെച്ചു പോയത്. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഗൈഡൻസ് കിട്ടിയാണ്. ഇങ്ങനെ പല സംഭവം നടക്കില്ല. വൈറലായപ്പോ ആളുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പലതും ഉണ്ടാവും. പ്രശ്നങ്ങൾ മോർ വൈസ്ഡ് ആയിരുന്നു, എന്നെക്കാട് വൈസറായിരുന്നു. കുറച്ച് അഡ്വൈസുകൾ കിട്ടിയാണ്. ഇപ്പൊ അഖിൽ മാരാർ ഒരു പ്രസ്താവന അടക്കിണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുറെ കോമാളി തരങ്ങളുണ്ടല്ലോ, അത് കാരണം ഇനി വരും തലമുറകള് ഇതേപോലത്തെ വീഡിയോസ് ഉണ്ട്, അവര് ചിലപ്പോ അതേപോലെ ആവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ ശാന്തി ദിനേശ് എന്റെ എതിരാളി ആണെങ്കിൽ പുള്ളി പറഞ്ഞത് ബിഗ് ബോസിനെ കുറിച്ച് മോളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ 2K കേസിന് യാതൊരു ബോധവും ഇല്ല, വായന ഒരു വിവരം ഒന്നുമില്ല. അപ്പൊ അതേ സംഭവമാണ് നടക്കുന്നത്. ഇപ്പൊ പെരേരയും നമ്മുടെ ഭാവിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ബാധിക്കുന്നു, ഡെഫിനറ്റ്ലി ബാധിക്കും. ഇപ്പൊ തൊപ്പിക്കൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ബിക്കോസ് ജീവിതമാണ് പോട്ടെ, എന്നാലും ഇത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 2K കേസിന് വിവരമുള്ള 2K കേസ് വളരെ കുറവാണ് എല്ലാം. അപ്പൊ അഖിൽ മാരാർ പറയുന്ന ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആവാനുള്ള കാരണം മാതാപിതാക്കളുടെ വളർത്തുദോഷം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം കുറെ മാറ്റാനുണ്ട്. അത് മാറ്റിയാൽ തന്നെ പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, നീത ഫ്രാൻസിസ് എന്ന് പറഞ്ഞത്. ആള് പറഞ്ഞത് കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള ഒരു കാരണം മാതാപിതാക്കളാണെന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാ ഫാമിലിയും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന എഡ്യൂക്കേഷനിലാണ്. പഠിക്കുന്ന കാലത്താണ് ചേഞ്ച് വരുത്താൻ പറ്റില്ല. എല്ലാ ഫാമിലിയും നല്ലതാണോ ഇല്ല, എല്ലാം നമുക്ക് ഫാമിലിയിൽ കിട്ടുന്ന പ്രതീക്ഷ അർത്ഥമില്ല. ചില ഫാമിലി ബ്രോക്കൺ ആയിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ വിദ്യാഭ്യാസത്തോടെ മാറ്റാൻ പറ്റും. അല്ല, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കോമാളിത്തനങ്ങൾ കാണിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പക്ഷെ അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവാണെങ്കിലും ആളുകൾ അത് 2K കേസ് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചാൽ അവരെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന അവരാണല്ലോ. ഈ ഇവര് മാത്രമല്ല, ബിഗ് ബോസ് ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിഗ് ബോസ് നെഗറ്റീവ് ആണ്. അതാണ് സാന്ത്വന ദിനേശൻ പറഞ്ഞത്. മോഹൻലാലിനെ പോലെ നടൻ ഇത്രയും കുറച്ച് രൂപയായിട്ടാണ് ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ബിഗ് ബോസ് വളരെ പൈസക്ക് എനിക്ക് തോന്നുന്നു ബന്ധങ്ങളുടെ പുറത്ത് മോഹൻലാൽ ചെയ്യുന്നതായിരിക്കും. ബന്ധങ്ങളല്ല, വലിയ വലിയ പടങ്ങൾ പഠിക്കണം, ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കണം, മാർക്കറ്റ് കൂട്ടാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്തേക്ക് മണി അതിനാണ് ലാലേട്ടൻ ആ ഒരു പ്രോഗ്രാം ചെയ്ത് ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പഠിക്കുകയാണ്. അങ്ങനത്തെ ഫിലിമാണ് പുള്ളി സിനിമയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ല, അല്ലാതെ കുറെ ഹോട്ടലും കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണത്തോടെ കുറച്ച് ആർത്തി ചെയ്യുന്നുണ്ട്. അതിനുമായിട്ട് മമ്മൂട്ടിക്കല്ല അഭിനയത്തോടും ആക്ടിങ്ങിനോടാണ് വരുന്നത്. ഇയാൾക്ക് പണത്തോടെ കുറച്ച് ഇതുണ്ട്. ഇയാളുടെ മകൻ ഡിഫറെന്റ് ആണ്, പ്രണവ് മോഹൻലാൽ ഡിഫറെന്റ് ആണ്. അയാൾക്ക് പേര് പ്രശസ്തിയും വേണ്ട, പണവും വേണ്ട, ഇസ് ഡിഫറെന്റ്.